കഴിഞ്ഞ മാസം 27-ാം തീയതി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട് ED സെർച്ച് ചെയ്തു. അതിനുശേഷം അവർ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവരെ ആക്രമിച്ച സംഭവം ഉണ്ടായി. ED ജീവനക്കാരെ ആക്രമിച്ചവരുടെ കേസെടുത്തു. 26-27 പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഇന്ന് വരെ ജാമ്യം ലഭിച്ചിട്ടില്ല. അവരെ ഏതായാലും 10-30 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ കഴിഞ്ഞ ദിവസം അതിലത്തെ 3-ാം പ്രതി ജീവൻ, 13-ാം പ്രതി നന്ദു, 21-ാം പ്രതി ബൈജു എന്ന് SFI DYFI പ്രവർത്തകരെ ജാമ്യത്തിന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൂവ് ചെയ്തു. അവരുടെ ജാമ്യം നിഷേധിച്ചു. ഇനി അവർക്ക് ജില്ലാ കോടതിയിൽ മാത്രമേ അഭയം ചോദിക്കാൻ ഒക്കുള്ളൂ. അവിടെ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ്. കാരണം ഈ 3 പ്രതികൾക്ക് അല്ലാതെ വേറെ 1, 2, 3, 5, 6 പ്രതികൾ നേരത്തെ ജാമ്യത്തിന് മൂവ് ചെയ്തു. അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പം 3 പ്രതികൾ, 3-ാം പ്രതിയും 13-ാം പ്രതി 21-ാം പ്രതിയും ജാമ്യത്തിന് വേണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരത്ത് മൂവ് ചെയ്തപ്പം ജാമ്യം തള്ളി. പക്ഷേ ആ ജാമ്യത്തിൻ്റെ അവരുടെ അപേക്ഷയും അതിന് കൗണ്ടറായിട്ട് SIT ടീം കൊടുത്ത അവർ റിപ്പോർട്ടുകളെല്ലാം കോടതി വായിച്ചു നോക്കിയിട്ട് ഒരു നിഗമനത്തിലെത്തി. അതിനകത്ത് 120 ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ആ പഴയ മുഖ്യമന്ത്രി താമസിച്ച വീട്ടിൽ അവിടെ മകളെ ചോദ്യം ചെയ്തിട്ട് മാത്രം അവർ പോയി. വെളുപ്പിന് 5 മണിക്ക് ആ വീട്ടിൽ വന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഏകദേശം 7-7:30 ആ ജീവനക്കാർ അവരുടെ ജോലി ചെയ്തിട്ട് ED ജീവനക്കാർ മടങ്ങി പോകുന്ന സന്ദർഭത്തിൽ അവരുടെ 3 കാറുകൾ ആക്രമിക്കുകയും സംസ്ഥാനത്തെ CPMൻ്റെ സമുന്നത നേതാക്കന്മാരെല്ലാവരും സ്പോട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് കാറുകൾ 3 പേരുടെയും കാർ ആക്രമിച്ച് നശിപ്പിച്ചു. അതിലെ ഉദ്യോഗസ്ഥർക്ക് 3-4 പേർക്ക് പരിക്കുണ്ടായി. ED ജീവനക്കാരെ ബംഗാളിൽ ഇതുപോലെ ആക്രമിക്കുകയുണ്ടായി. മമതാ ബാനർജിയുടെ ആൾക്കാർ ആക്രമിച്ച് അതിന് കേസെടുത്തു. അത് CBI ആ കേസ് ടേക്ക് ഓവർ ചെയ്തു. അവർ പലർക്കും ഇന്ന് ജാമ്യം ലഭിച്ചിട്ടില്ല. ഇവിടെ അതുപോലെ ED ജീവനക്കാർ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം അവരെ ചീമൂട്ട വെച്ച് എറിയുകയും അവരെ കാറിലെറിയുകയും ഇഷ്ടി വെച്ച് കാറിൻ്റെ ചില്ലുകൾ അടിച്ച് തകർക്കുകയും കാറിൻ്റെ ലോക്കും കാറിൻ്റെ ഹാൻഡിലൊക്കെ ചവിട്ടി പൊട്ടിക്കാനും അത് നശിപ്പിക്കാനും ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ കേസിനകത്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരെ. ഇനിയും വളരെയധികം ആൾക്കാർ ഒളിവിലാണ്. 26-27 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കാർക്കും ജാമ്യം ലഭിച്ചുമില്ല. കോടതിയുടെ നിരീക്ഷണം ആ എവിഡൻസും അത് പ്രോസിക്യൂഷൻ്റെ എവിഡൻസും അതുപോലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അവരുടെ ഡിഫൻസും എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ കോടതി ഇതിനകത്ത് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനകത്ത് 120B അനുസരിച്ച് ഗൂഢാലോചന ഇതിനകത്തുണ്ട്, അതിനുള്ള തെളിവുകൾ ആ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ അവരുടെ ഡിഫൻസിനകത്ത് ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. അതൊരു വലിയ ടേണിംഗ് പോയിൻ്റ് തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കവറ്റബിളായി ജോലി ചെയ്യുന്ന അല്ലെ ഇന്ത്യയിലെ CBI പോലെ ഇമ്പോർട്ടൻ്റായ ചില ED ജീവനക്കാർ, FCIO ജീവനക്കാർ, അവരെയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഇവിടുത്തെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് കണക്കാക്കാനൊക്കെയുള്ളൂ. അങ്ങനെ ആ സമുന്നത സംസ്ഥാന നേതാക്കന്മാരുടെ മുമ്പിൽ അവരെല്ലാവരുടെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് ഒരുപറ്റം ആൾക്കാർ വന്ന് ED ജീവനക്കാരെ ആക്രമിക്കുക, അവരുടെ വാഹനങ്ങൾ തകർക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്തെ CPMൻ്റെ ഏറ്റവും ഉന്നതരായ 7-8 നേതാക്കന്മാരും MP-മാരും MLA-മാരും മുമ്പിൽ വെച്ചാണ്. അവരാരും അത് തടഞ്ഞില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് കോടതിയുടെ നിരീക്ഷണം കറക്റ്റാണ്. കാരണം ആ 10-30 ചെറുപ്പക്കാരായ SFI DYFI CPM പ്രവർത്തകർ അൺഎക്സ്പെക്റ്റഡായിട്ട് അവർ പോകാൻ നേരത്ത് അവരുടെ കാറ് വന്ന് തടഞ്ഞിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് 3 പേരും അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്നും പ്രോസിക്യൂഷൻ വാദത്തിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. കൊലപാതക ശ്രമത്തിന് തെളിവുണ്ടെന്നും കോടതി ആ കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. പൊതുവെ ഗൂഢാലോചനയും കൊലപാതക ശ്രമത്തിനും തെളിവുണ്ടെന്ന് കോടതിയുടെ നിരീക്ഷണം അത്
ഇരുകൂട്ടരുടെ വാദഗതികളും ഇരുകൂട്ടരുടെ ഡിഫൻസ് പോയിന്റുകളും വെച്ചിട്ടാണ് കോടതി ആ ഫൈൻഡിങ്ങിലെത്തിയത്. അതുകൊണ്ട് സെഷൻസ് കോടതിയിലോട്ട് പോയാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഈ കേസിൻ്റെ അന്വേഷണം, അതിനകത്ത് ഇനിയും ധാരാളം പ്രതികളെ 200ഓളം ആൾക്കാരെയൊക്കെ കണ്ടെത്താനുണ്ട് എന്നൊക്കെ എല്ലാവരും ഒളിവിലാണ്. അതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്ത പ്രതികളുടെയൊക്കെ കുറ്റച്ചാർജ് അതിനകത്ത് കൊടുക്കുന്നതാണ് ഉത്തമം. ബാക്കിയുള്ളവരെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇനി അറസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് മതി. അത് ഇപ്പം കൊടുക്കുന്ന കുറ്റച്ചാർജിനകത്ത് ആ വിവരങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം. കാലതാമസം ഉള്ളത് കൊണ്ട് മറ്റൊരു പ്രതികൾ അറ്റ് ലാർജ് അവർ ഇന്ത്യ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരെ കിട്ടാനായിട്ട് കാലതാമസം ഉള്ളതുകൊണ്ട് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറസ്റ്റിലും റിമാൻഡിലുമുള്ള പ്രതികളെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റച്ചാർജ് കൊടുക്കുന്നത് നിയമപരമായി യാതൊരു തെറ്റുമില്ല. ആ രീതിയിലേക്ക് പോലീസ് ചിന്തിച്ച് ഇവരെയുള്ളവർ 90 ദിവസത്തിനകം അവരെ കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ നടത്തി ആ കേസിൻ്റെ വിധി വരുന്നിടം വരെ അവരെ ജയിലിലിടാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആ 3 പേരെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതിയുടെ ഒബ്സർവേഷൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇനി ഇവർ ട്രിവാൻഡ്രം സെഷൻസ് കോടതി പോയാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത വിരളമായതുകൊണ്ട് അവരുടെ പേരിലുള്ള കുറ്റച്ചാർജ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ് ഉത്തമം.